ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു പുതിയൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പുതിയൊരു കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവരും ഈ ഒരു കറിക്ക് എലിശ്ശേരി എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ മത്തങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ മത്തങ്ങയും പയറും വെച്ചിട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി അതൊക്കെ കൂടിയിട്ടാണ് അരപ്പ് തയ്യാറാക്കിയുള്ളത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വറവിടുകയാണ് കേട്ടോ. കടുകും വറ്റൽമുളകും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാച്ചുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂവ് കണ്ടിട്ടോ, ഇത് ഏതാ പൂവെന്നൊന്നും അറിയില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ കാഴ്ചകളൊക്കെ ഉണ്ണിക്ക് കാണിച്ച് നടക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ ഇവിടെ കുറേ തുളസി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അമ്പലത്തേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അമ്മ കുറേ മാങ്ങയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ. നമ്മൾ വൈകുന്നേരങ്ങളാണ് ഇങ്ങനെ നടന്നു പോകാറുള്ളത്. നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഈ പൂവിൻ്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല, അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അത് കഴിഞ്ഞ് നമ്മളിവിടെ കൊള്ളിയും ചമ്മന്തിയാണ് കേട്ടോ അടുത്ത് കഴിച്ചത്. പിന്നെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശംഖുപുഷ്പം പിന്നെ മാങ്ങന്നറി. ശംഖുപുഷ്പം വെച്ചിട്ട് കുറേ ആയുർവേദിക് സാധനങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലൊരു അമ്പലമുണ്ട്. അമ്പലത്തിന് നാളെ പ്രതിഷ്ഠാ ദിനമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അലങ്കരിച്ചുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വന്നാട്ടാ ഞാനുണ്ണി അമ്മയൊക്കെ കൂടിയിട്ട്. അപ്പോൾ അവിടുത്തെ അമ്പലത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറേ നേരം ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നാളത്തെ പ്രതിഷ്ഠാ ദിനത്തിന് ദേവിക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ ഒരു ചിലമ്പും വാളും. അതൊന്ന് വൃത്തിയാക്കി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു. ചോറും വെണ്ടയ്ക്കപ്പേരും മുട്ടൻ തോരനാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.